ഓഫീസിൽ പോണില്ലേ? ഇന്ന് ഞാൻ പോണില്ല. എന്താ ഇന്ന് പോവാത്തെ? പോണില്ല തന്നെ. എന്താന്നേ കാര്യം പറ. ബോറടിക്കാണ്. ബോറടിക്കേ? എടി മണ്ടു, ആ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ എന്നൊരു ചീഞ്ഞ ചാള ഉണ്ടാവും. നല്ലൊരു മീൻ പോലും കിട്ടില്ല അവിടുത്തെ കാന്റീനിൽ. പിന്നെ എങ്ങനെ അവിടെ പോകും? നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണോ ജോലിക്ക് പോകുന്നേ? എന്തിനാ ജോലിക്ക് പോണത്? ശമ്പളം കിട്ടാം. ശമ്പളം കിട്ടുന്ന എന്തിനാ? പിന്നെ വെറുതെ ഉഴപ്പല്ലേ. എനിക്ക് വ്യക്തമായിട്ടുള്ള കാരണം അറിയണം. എന്താ പോതെ? മണ്ടു, നിനക്ക് അറിഞ്ഞൂടെ? 2ാം നിലയിലാണ് എന്റെ ഓഫീസ്. ലിഫ്റ്റ് ഇല്ല അവിടെ. ആ സ്റ്റെപ്പ് കയറി പോകാൻ എന്നെ കൊണ്ട് വയ്യ. നിങ്ങൾക്ക് നടക്കാൻ വയ്യ. വെറുതെ ഇങ്ങനെ തിന്ന് 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 ഉപ്പുമാങ്ങ പറഞ്ഞ പോലെ ആയി. പറഞ്ഞോ? ഞാനോ? വെറുതെ അധ്വാനിച്ചുണ്ടാക്കുന്ന തടീനെ കുറ്റം പറയല്ല കേട്ടോ മണ്ടു. ദേട്ടാ, നിങ്ങൾ തമാശ കളിച്ചത് മതി. വന്ന് എണീറ്റ് ഞാൻ കൊണ്ടാക്കി തരാം ഓഫീസിൽ. വാ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. തമാശ കളിച്ചത് മതി. എണീറ്റ് അവിടുന്ന്. ഇനി അങ്ങോട്ട് പോവാൻ പറ്റില്ലാന്ന്. എന്താണ് പോയാല്? രാജിവെച്ച പിന്നെ എങ്ങനെ പോവാ? ഞാൻ രാജിവെച്ചു. രാജിവെച്ചാ? ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിച്ചിട്ടില്ല, ഞാൻ എന്നോട് ചോദിച്ചു. അപ്പൊ വെച്ചോളാൻ പറഞ്ഞു. നിങ്ങളെ കൊണ്ട് ഞാൻ തോക്കുള്ളൂ മനുഷ്യ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് തിന്ന് നിന്ന് വീർത്തോ വല്ല അസുഖം വന്ന് ചാവുള്ളൂ. ഒരു കുടുംബത്തിൽ 2 പേര് ജോലിക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല. നിനക്ക് ഭർത്താവ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ നോക്കിക്കോ, അതല്ലെങ്കിൽ ഞാൻ എവിടേക്കും പോയിക്കോളാം. വന്നു. ആ ശ്യാമളോട് കൂട്ടുകൂടരുത് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അവര് കൃത്യമായിട്ട് ജോലിക്ക് പോകണോണ്ടാണ്. അവര് ജോലിക്ക് പോകണ്ടല്ല, ഈ നീട്ടാണ് നാവ്. അവൾ ഉപദേശിച്ചാണ് നീ ഈ കോലത്തിലായത്. ശ്യാമളെ, സത്യശീലം പോയില്ലേ ഇന്ന്? ഞാൻ ഇന്നല്ല, ഇനി ഒരിക്കലും പോകുന്നില്ല. അയ്യോ, അതും തെറ്റി. ചേച്ചി രാജിവെച്ചെന്ന്. എന്തിന്? സ്റ്റെയർ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല ചേച്ചി. ഇപ്പഴാ ഞാൻ അറിയണേ. സത്യശീല, ഓ നേരാണോ കേട്ടത്? എനിക്ക് പറ്റണ്ടേ, എനിക്ക് കയറി പോകാൻ പറ്റണില്ല, അതുകൊണ്ടല്ലേ. ഷോപ്പിനി എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇവളില്ലേ, ജോലിയില്ലേ, പിന്നെ അതാ പ്രൊമോഷനോ. അയ്യേ, ആണുങ്ങൾക്ക് ചേർന്ന വർത്താനാണോ സത്യശീല നിങ്ങൾ ഈ പറയണത്? പിന്നെന്താ? ഭാര്യമാരുടെ ജോലി കൊണ്ടാണോ ഭർത്താക്കന്മാര് കുടുംബം നോക്കേണ്ടത്? അതെ, ഭാര്യമാരുടെ ചെലവിൽ കഴിയുന്നത് ഒരു കുറച്ചിലാണെന്ന് കരുതുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഞാൻ ആ ടൈപ്പല്ല, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയിപ്പോ എന്ത് ചെയ്യും കൊച്ചേ? എനിക്കറിയാൻ പാടില്ല ചേച്ചി. നമ്മള് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ മന്മദേട്ടനെയും കൂടി വിടാം. ഒന്ന് വന്ന് ഉപദേശിക്കാൻ പറ. അങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ. നന്നാവും, നീ വിഷമിക്കേണ്ട. സത്യശീല, എന്റെ ഭർത്താവ് ആയതുകൊണ്ട് പറയണതല്ല. ജോലിനോട് ഇത്രയും ആത്മാർത്ഥത ഉള്ളൊരു മനുഷ്യൻ വെറും ഉണ്ടാവൂല. ഇപ്പൊ തന്നെ നമ്മൾ പറയാ, മന്മദേട്ടാ ഇന്ന് പോണ്ടെന്ന് പറഞ്ഞ പുള്ളിക്ക് പുള്ളിയുടെ ജോലി കഴിഞ്ഞിട്ടുള്ളൂ, വേറെ എന്ത്. നിന്റെ ഓഫീസ് കാൻഡിലെ നല്ല ഉണ്ടമ്പര് കിട്ടുന്ന മന്മഥം പറഞ്ഞു. വരുമ്പോ 10 വാങ്ങിക്കണം കേട്ടോ. ഇവൾ അതിൽ എണ്ണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിച്ചില്ല. ഞാൻ പോവാ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ കുറെ ശിങ്കിടികൾ ഉണ്ടല്ലോ, കൊണ്ണികള്, ഈ പൊടി കേട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ നിങ്ങളെ ഞാൻ അവരുടെ കൂടെ പുറത്താക്കും. ഇങ്ങനെയുള്ളവന്മാരെല്ലാം നശിപ്പിക്കും. മോളെ, ഇനി ഒറ്റ ഒരുത്തനും ആ പടി ഇങ്ങോട്ട് കയറില്ല. അവരിങ്ങോട്ട് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാ കൊള്ളാം. പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ പോയിട്ട് വരാം. വരുമ്പോ 2 പേരും മിച്ചറുമാണ് കേട്ടോ. എന്തൊരു വിധി.